ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിസ്മയ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രസ്സ് അല്ല കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്, പിന്നെ കുറച്ച് വലിയ വലിയ സാധനങ്ങളുണ്ട്. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മുടെ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ സമയം ഒട്ടും കളയാനില്ല, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞു സാധനങ്ങൾ കാണാം അല്ലേ. അത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഇങ്ങനെയൊരു കുറച്ച് പെൻസ് ആണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് വരുന്നത്. പെൻ എന്ന് പറയുകയാണെങ്കിൽ 6 പെൻ അടങ്ങിയ ഒരു പാക്കറ്റാണ്. 6 പെൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് കളർ ചേഞ്ച് മാത്രമല്ല, ഇതിൽ ഓരോരോ ഡിസൈൻ ഉണ്ട്. അതെങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പെന്നിൻ്റെ താഴെ, ഈ ക്യാപ്പിന് താഴെ ഓരോ ഡിസൈൻ വരച്ചേക്കുന്നത് കണ്ടോ. ഈ ലാവൻഡറിൻ്റെ ആണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ്, ഇതാണെങ്കിൽ ഇങ്ങനെ വെറുതെ വര, പിന്നെ ഇത് സ്റ്റാർ കണ്ടോ. അങ്ങനെ ഓരോ ഡിസൈൻ കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പെന്നാണ് കേട്ടോ. ഇത് കൂടുതലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പ്രൊജക്റ്റോ അസൈൻമെൻ്റ് ഒക്കെ വരുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യാനും നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഇത് ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ബുക്കിൽ ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ വർക്കിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നോക്കാം. ഇത് കണ്ടോ, ബട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ടിങ്ങനെ വരയ്ക്കുക. അപ്പോൾ ആ ഡിസൈൻ അവിടെ വന്നു കണ്ടോ. ഭയങ്കര രസമല്ലേ. കുട്ടികൾക്ക് എന്നല്ല, നമുക്കും ഇത് കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു ഇങ്ങനെ വരച്ച് നോക്കാനൊക്കെ തോന്നും. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിനൊന്നും അത്ര റേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 98 റുപ്പീസാണ്. അത് 100 രൂപ താഴെയുള്ളൂ ഈ 6 എണ്ണത്തിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട്. സോ ഇനി നെക്സ്റ്റ് സംഭവം വന്നിട്ട് അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ. ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, ബുക്കായിട്ടോ അല്ലെങ്കിൽ പാഡായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതല്ല. ഇത് മാഗ്നറ്റ് ബാക്കിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കില്ല. ഇനി ഇത് ഞാൻ എന്തുകൊണ്ട് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാം ഓർഗനൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. ഇപ്പോൾ കിച്ചണിലൊക്കെ ഫ്രിഡ്ജ് കിച്ചണിലാണല്ലോ ഇരിക്കട്ടെ. അപ്പോൾ കിച്ചണിലെ സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ എന്തെങ്കിലും സംഭവം നമുക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കാം. അതുപോലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ലഞ്ച് എന്ത് വേണം, അപ്പോൾ ഓരോ ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓർഡർ ചെയ്ത്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് വരുന്നത്. ഇത് സാധാരണ നമ്മുടെ പേപ്പർ, നല്ല അത്യാവശ്യം കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പെൻ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ മാഗ്നറ്റ് വരുന്നുണ്ട്. ഇതുപോലത്തെ മാർക്കറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എഴുതി നോക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. നന്നായിട്ട് തെളിയുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവം. ഇതിൻ്റെ ബാക്കിൽ സ്പോഞ്ചാണ് കേട്ടോ, റബ്ബറൊന്നുമില്ല, എന്ത് സ്പോഞ്ചാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പേജും ഉള്ള ഒരു പാഡാണിത്. കൊള്ളാം. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് കിച്ചണിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് 146 ആണ് കേട്ടോ. 146 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കണ്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള പേജുകളും ഉണ്ട്. നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാണല്ലോ, ഒരു വെറൈറ്റി സാധനം. പിന്നെ വന്നിട്ട് നമുക്ക് ബിന്ദിയാണ് കേട്ടോ. ബിന്ദി എന്ന് പറഞ്ഞാൽ പൊട്ടാണ്. ഇത് 100 പൊട്ടവും മറ്റും ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ സ്പൈറൽ ബൈൻഡൊക്കെ ചെയ്ത ഒരു സംഭവം. ഇത് ബുക്ക് തന്നെയാണ്, കണ്ടില്ലേ. കുറേ പൊട്ടുകളുണ്ട്. കുറേ പൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഒരു ബ്രൈറ്റ്
റെഡ് കളർ, അതിൻ്റെ കൂടെ മിറർ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പൊട്ടൊക്കെ നേരെയൊക്കെ ആണെന്ന് നോക്കാം. അതുപോലെ ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്കിപ്പോൾ ബാഗിലെങ്ങാനും ഇട്ടിട്ട് പോകാം. അതുപോലെ തന്നെ നമുക്കിത് പോകത്തില്ല. സാധാരണ നമ്മൾ പൊട്ടൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നോക്കി കാണത്തുമില്ല, അല്ലെങ്കിൽ കുറേ പൊട്ടുകൾ ഉണ്ടാകും. ഇത് അതൊന്നുമില്ല, എല്ലാ സൈസിലുള്ള പൊട്ടുകൾ ഇതിൽ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേറെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുള്ള പൊട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലിപ്പോൾ തീരുന്നതിൽ വെച്ചാലും മതി അല്ലേ, ഇതിലൊന്നും പോകത്തൊന്നും. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഭയങ്കര നോക്കി കാണാത്ത രീതിയിലൊന്നുമല്ല. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ബ്ലൂ സാരിക്കാണെങ്കിൽ ബ്ലൂ ഇത് വേണമെങ്കിൽ ഇതിൽ കിട്ടും. എല്ലാ കളേഴ്സും ഉണ്ട്. പല ഷേപ്പിലും അല്ല സൈസിലുമാണ് ഇത് അവൈലബിൾ. കണ്ടില്ലേ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് തൊട്ട് നോക്കിയിട്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നൊന്നുമില്ല. അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. ഇപ്പോൾ അത്യാവശ്യം എനിക്കങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ പൊട്ടിട്ട് ഇത് പോയിട്ടൊന്നുമില്ല. സോ ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ റേറ്റ് ഒരു 100, ഓക്കെ, 164 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ ഇത് ശരിക്കും വെർത്തിയാണ്. നമുക്കിതിപ്പോൾ ഡെയിലി, ഇപ്പം ഞാൻ പറഞ്ഞ ഡെയിലി പൊട്ടൊന്നും തൊടുന്ന ആളല്ല. എനിക്ക് ഒത്തിരി പൊട്ട് തൊട്ട്, പക്ഷേ എത്നിക് വെയർ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ ഞാൻ പൊട്ട് തൊടാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ജീവിതകാലം മൊത്തം ഉപയോഗിക്കാനുള്ളത് ഇതിലുണ്ട്. സോ നിങ്ങളിപ്പോൾ ഡെയിലി പൊട്ട് തൊടുന്ന ഒരാളെങ്കിൽ ഭയങ്കര മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ തേർഡ് വൺ. ഇനി നമുക്ക് ഇനി ഒന്നുകൂടെ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കേട്ടോ വാങ്ങിയേക്കണത്. ഓക്കെ, സോ ഞാൻ പൊട്ടിച്ചു പോലും നോക്കിയില്ല. ഓക്കെ, പിന്നെ ഓരോന്നും ഇങ്ങനെ കവറിലാണ് വന്നേക്കുന്നത്. 1 2 4 എണ്ണം ഉള്ളൊരു പാക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതും ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഉണ്ട്, കണ്ടോ, ഇതുപോലെയാണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ 4 എണ്ണമുള്ള പാക്കറ്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 110 ആണ്. 110 രൂപയ്ക്കാണ് ഈ ഒരു 4 മാഗ്നറ്റ് അടങ്ങിയേക്കുന്ന പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം രസമുണ്ട്, നല്ല രസമുള്ള ഇതാണ്. പിന്നത്തെ നമ്മുടെ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 പാക്കറ്റാണ് കേട്ടോ വരുന്നത്. ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഞാൻ എൻ്റെ സിദ്ധുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതോ സത്യത്തിൽ. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ പെന്നുണ്ടല്ലോ, പെന്നോ പെൻസിൽ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഇങ്ങനെ കയറ്റണം. ഈ പെന്നിൻ്റെ കയറുന്നില്ല, സോറി, വേറൊരു പെൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ പെന്നിലോ അല്ലെങ്കിൽ പെൻസിലോ ഇത് കയറ്റിയിട്ട് ഇതൊക്കെ എഴുതാൻ പഠിക്കണം. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, 2 3 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് എഴുതാനായിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ പെൻസിൽ പിടിക്കാൻ അവർക്ക് അറിയത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. സിലിക്കണാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കണത്. അപ്പോൾ ഇതിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കണം. ഞാനിപ്പോൾ സിദ്ധുവിന് അത് വെച്ച് കൊടുത്ത് പുള്ളി അത് കറക്റ്റ് പഠിച്ച് വരുന്നേ ഉള്ളൂ, അധികം ഏജ് ആയില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് എഴുതിക്കാനായിട്ട് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇത് മീൻസ് മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, സിൽക്കണാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനയൊന്നും എടുക്കത്തില്ല, ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കുട്ടികളുള്ളവർക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പല കളേഴ്സിലും കിട്ടും. എനിക്ക് ഒരെണ്ണം ലാവൻഡറും യെല്ലോയും പിന്നെ ഒരു ബ്ലൂ ആണ് കിട്ടിയത്. ബ്ലൂ എവിടെയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, അതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 128 റുപ്പീസിനാണ് കിട്ടിയത്. 128 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു പെൻസിൽ സംഭവം കിട്ടിയത്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതൊരു ഇയർ റിങ്സ് ആണ് കേട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഇയർ റിങ്സ് ആണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ബോക്സിലൊക്കെയാണ് വന്നേക്കുന്നത്. കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നല്ല സിൽവർ വെള്ളീൻ്റെ കളറാണ് കേട്ടോ. ഞാൻ ഓർത്തത് ഈ ഒരു ഷെയ്ഡിലൊക്കെ ആയിരിക്കും വന്നേന്, കാരണം ഇച്ചിരി ബ്ലാക്ക് ഒക്കെ കളർ വന്ന ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി. പക്ഷേ ഇതങ്ങനെയല്ല, കറക്റ്റ് നല്ല ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന സിൽവർ ഷെയ്ഡ് കളർ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ. കൊള്ളാം കേട്ടോ.
നൈസ്, രസമുണ്ട്. അത്യാവശ്യം നല്ല മെറ്റലൊക്കെയാണ് വന്നേക്കണത്. ഒത്തിരി ഒരുപാട് കട്ടിയില്ല, ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ തീരെ ലൈറ്റ് വെയിറ്റും അല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഓക്കെ, കൊള്ളാം. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ മാല കമ്മലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ കമ്മലിൻ്റെ ആവശ്യമുള്ളൂ. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 177, 177 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ. 177 രൂപയ്ക്കുള്ളതുകൊണ്ട് രസമുണ്ട്, നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും മാഗ്നറ്റ് വാങ്ങി. ഞാൻ എന്തോരം മാഗ്നറ്റ് വാങ്ങി വെച്ചേക്കണത്. ഇതുകൊണ്ട് ഞാൻ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? ഓക്കെ, ഇത് 5 പീസുള്ള മാഗ്നറ്റാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെയൊക്കെ ഉള്ളതാണ്. ഫുഡ് വൈബ്സ് ഉള്ളി. ഓക്കെ, എൻ്റെ അതേ സ്വഭാവം തന്നെ. ഞാൻ ഭയങ്കര ഫുഡി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എന്തോരം മാഗ്നറ്റ് ഞാൻ വാങ്ങിക്കണേ, 108 രൂപ. 108 റുപ്പീസിനാണ് നമുക്കിത് കിട്ടുന്നത്. 108 രൂപയ്ക്കുള്ളതുണ്ട്. പക്ഷെ എന്തോരം പാഡാണ് മാഗ്നറ്റ് ഞാൻ വാങ്ങിയിട്ട് വെച്ചേക്കണെന്ന് അറിയാമോ? വേറെ ഉണ്ട്, എൻ്റെ ഫ്രിഡ്ജിൽ ഇഷ്ടംപോലെ മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, അതായിരുന്നു നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? അതായത് മിനി ഫാനും മിററും എല്ലാം കൂടി ഉള്ളൊരു സംഭവം. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് ലേഡീസിന്. എന്തൊരു ക്യൂട്ടാണെന്നറിയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര വലുപ്പമുള്ളൂ, കണ്ടില്ലേ? അല്ല, മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര വലുപ്പമുള്ളൂ, തീരെ ചെറുതാണേ. ഇത് എങ്ങനെ ഇപ്പോൾ ഓപ്പൺ ചെയ്യണേ? അയ്യോ, ഇവിടെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ, അതിൽ ഞെക്കിയാൽ മതി, അപ്പോൾ ലൈറ്റ് തെളിയും. പിന്നെ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യില്ല, ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചാൽ മതി, അപ്പം നമുക്ക് മിറർ കിട്ടും. കൊള്ളാം, ലൈറ്റും ഉണ്ട്. രസമുണ്ട്. ഇനി ഇതിൻ്റെ ഫാൻ്റെ സംഭവം എവിടെയാ? എനിക്ക് തോന്നണം ഇത് ചാർജ് ചെയ്യണം, എന്നല്ല ഫാൻ വർക്ക് ചെയ്യുള്ളൂ. നോക്കട്ടെ. ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ട്, സ്വിച്ച് ബാക്കിൽ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഫാൻ കറങ്ങണമെന്ന് എനിക്കറിയില്ല. വേറെ സ്വിച്ചുകളൊന്നുമില്ല, ഒറ്റ സ്വിച്ചേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഈ ചാർജർ ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണോ വരുന്നത്? ഇങ്ങനെ നമുക്ക് പാക്കറ്റ് വരുന്നത്. ഉള്ള സംഭവം കൊള്ളാം. പക്ഷെ ഇത് എങ്ങനെ വർക്ക് ചെയ്യാത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഫാൻ പോയതാണ്. ഇത് മിക്കവാറും റിട്ടേൺ കൊടുക്കേണ്ടി. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് 193 രൂപയ്ക്കാണ് നമുക്ക് ആ ഫാൻ കിട്ടിയത്. അതിൻ്റെ ഫാനിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് നോക്കട്ടെ, ഇതെന്താ പറ്റിയെന്ന്. ഫാൻ വർക്ക് ചെയ്യുന്നില്ല, LED മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതൊന്ന് നോക്കിയിട്ട് ചിലപ്പോൾ അതിന് ചാർജ് കുത്തി ചിലപ്പോൾ ശരിയാവുമായിരിക്കും, നോക്കട്ടെ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇതാട്ടോ, പൗച്ചാണ് ഇത്. ഇത് വെറും പൗച്ചല്ല, ഇതൊരു ജ്വല്ലറി പൗച്ചാണ്. ഇതും കാണാൻ രസമുണ്ട്, നല്ല നീറ്റ് ലുക്കാണ് കേട്ടോ. നല്ല നീറ്റ് ലുക്കായിട്ട് വന്നേക്കണത്. കൊള്ളാം, അടിപൊളി. പിങ്ക്. ഇതിൻ്റെ വലിപ്പം ഇത്ര വലിപ്പമുള്ളൂ. ഇതാ നമ്മുടെ കൈയുടെ ഇത്ര ഉള്ളൂ, ഇത്ര വലുത്. ഇത് കുഞ്ഞിതാണ് കേട്ടോ. കുഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇയറിങ്സോ റിങ്സോ അങ്ങനെയൊക്കെ വെക്കാനുള്ള. അങ്ങനെ കൊള്ളാമല്ലോ, നൈസ്.
ഓക്കെ, ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അകം വന്നേക്കണം. നല്ല ഭംഗിയുണ്ട്. ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും? ഇതൊക്കെ എവിടെ വെക്കണേന്ന് ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. ഇതൊക്കെ എവിടെ വയ്ക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ നോക്കണം. ഇങ്ങനെ 2 പീസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താണോ ചെയ്യേണ്ടത്? ഓക്കെ ഓക്കെ ഓക്കെ, ഇതിങ്ങനെ വെക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമുക്കിങ്ങനെ കമ്പാർട്ട്മെൻറ്റ് ഇതാ ഇതുപോലെ വേണമെങ്കിൽ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഫിക്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് തിരിക്കാം. ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. അത് വേണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റാം. അതായത് കുട്ടി കുട്ടി സാധനങ്ങൾ, നമുക്ക് ഇയറിങ്സ് അല്ലെങ്കിൽ റിങ്ങുകളൊക്കെ ഇതിൽ വെക്കാം. പിന്നെ നമുക്ക് നമുക്ക് ആക്ച്വലി നമുക്ക് എവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗിൽ നല്ല സേഫ് ആയിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കിടന്നോളും. നമുക്ക് കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈവൻ നോസ് പിൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ഇയറിങ്സ്, റിങ്ങുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിന്ദി, അങ്ങനെയുള്ള കുഞ്ഞ് നമുക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള സേഫ്റ്റി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് 140, 140 രൂപയ്ക്ക് സൂപ്പറാണ് കേട്ടോ. 140 രൂപയ്ക്ക് നമുക്ക് എന്തായാലും വേറെ ഒരിടത്തും ഈ സാധനം കിട്ടില്ല. കാരണം ഇത് നല്ല ക്വാളിറ്റിയാണ്. ബാഗ് ഇത്തിരി റഫാണേലും ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ കുഷ്യൻ പോലെ കേട്ടോ, നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞെങ്ങുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിപ്പൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ്. ദാറ്റ് നീറ്റ് ലുക്കാണ്. സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറാണ്. നല്ല നീറ്റാക്കിയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പിങ്ക് എടുത്തു എന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പിങ്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വേറെ കളേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് പിങ്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പിങ്ക് തന്നെ ഓർഡർ ചെയ്തതായിരിക്കാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര ലെങ്തി ആയി പോകും. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.